ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നട്ടപ്പാതിരാത്രിക്ക് തന്നെ പറയാം കേട്ടോ. കാരണം സമയം അപ്പം അത്രയോ വൈകിട്ടാണ്. അപ്പോൾ നമുക്ക് പിറ്റേന്ന് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ കൊള്ളാവുന്നിടത്തോളം കേക്കൊക്കെ വെച്ചതിന് ശേഷം ബാക്കി കേക്കും കൊണ്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ സമയം എന്താ 1:53 ഈ ഒരു ടൈമിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഷോപ്പിലേക്കുള്ള കേക്കൊക്കെ ഇതാ കാറിലേക്ക് എടുത്ത് വെക്കാണ്. നന്നായിട്ട് മഴയുള്ളൊരു ദിവസം ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോകാൻ നേരത്തേക്ക് മഴയൊന്നുമില്ലായിരുന്നു. മക്കളൊക്കെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് അവരെ കൂട്ടേണ്ടിയൊന്നും വന്നിട്ടില്ലേ. പിന്നെ ഉള്ള അമ്മയും അച്ഛനൊക്കെ കിടന്നുറങ്ങിയതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ പുറമേ നിന്ന് പൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കേക്കൊക്കെ ആ കാറിൽ സെറ്റാക്കിയിട്ട് ഞങ്ങളുടെ നൈറ്റ് ഡ്രൈവിന് പോകാൻ കേട്ടോ. ഇവിടുന്ന് ഷോപ്പിലേക്ക് 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാനും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിലെ ഫ്രണ്ടിലായിട്ട് സെക്യൂരിറ്റി അതേപോലെ ചങ്ങല വെക്കും കേട്ടോ. അത് വേറെ വണ്ടികളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചങ്ങലയൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കാർ ഷോപ്പിൻ്റെ അടുത്ത് എത്തി. അപ്പം കേക്കൊക്കെ ഇറക്കാനാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെച്ച് കേക്കിൽ ഇനിയും വർക്കുകൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഇവിടെ വന്നിട്ട് വേണം ബാക്കി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നാൽ അന്നത്തെ കേക്ക് കൊണ്ടുവന്നതും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും കേട്ടോ. അതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2:45 കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ഏതെങ്കിലും ഷോപ്പ് ഉണ്ടാകുമെന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് 24 ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാ വീട്ടിലെത്തിക്കുമ്പോഴും 3:15 കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ബാക്കി വർക്കുകളൊക്കെ ഉണ്ടായിരുന്നേ, അതൊന്നും ചെയ്യാൻ നിന്നില്ല, നേരെ പോയി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഈ കേക്കൊക്കെയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. ഇത് എൻഗേജ്മെൻറ്റ് കേക്കാണ്. ഇതിലും നമുക്ക് ഫൈനലായിട്ട് കുറേ ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ് കേക്ക് കൊടുത്തിട്ട് ആ വഴിക്ക് ഷോപ്പിലേക്ക് പോകാൻ ഏട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ബാക്കിയുള്ള കേക്ക് കൂടി നമുക്ക് കാറിൽ വെക്കാനുണ്ട്. ഇതൊരു 8 kg റിട്ടയർമെൻറ്റിനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പീസ് കേക്ക് ആക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു 1 kg കേക്ക് കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ തലേന്ന് തന്നെ ഷോപ്പിൽ കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള കേക്കെല്ലാം കൂടി വെച്ചിട്ട് ഏട്ടൻ പോയി. ഇതിൻ്റെ വൈത്താലെ തന്നെ എനിക്കും കുറച്ച് കേക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻ ഐറ്റം സാധനങ്ങളെല്ലാം കൂടി ആയിട്ട് എനിക്കും പോകാനുണ്ട്. പിറ്റേന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തിട്ട് പിന്നെ ഒരു വെയിൽ നിൽക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഡെലിവറിക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡിലാണ് നമുക്ക് കുറച്ച് നട്ട്സും ചിപ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ചോക്കോ നട്ട്സ് കേക്കാണ്, 1 kg വെയിറ്റ് വരുന്നത്. അപ്പോൾ അത് മാറ്ററൊക്കെ എഴുതുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മാറ്ററൊക്കെ എഴുതി അവർക്ക് ഈ ഒരു കേക്ക് കൊടുത്തു. നമ്മുടെ ഷോപ്പിൽ കേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്പേസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് കേക്ക് ചെയ്യുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഷോപ്പിൽ നമ്മൾ കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അതിലുള്ള സ്പേസിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പം ഇതിൽ ചോക്ലേറ്റ് പീസും മാറ്ററോടി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ. പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടായ കേക്കായിരുന്നു ഈ ഒരു 8 kg കേക്ക്. അതിൻ്റെ താഴെയായിട്ട് കൊടുക്കാനുള്ള ഒരു മിനി കേക്കും ചോക്ലേറ്റ് കേക്കും ഒക്കെ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കേക്കുകളൊക്കെ ഒന്ന് പീസാക്കാൻ വിചാരിച്ചിട്ടോ. എന്നിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചാൽ ആ ഒരു ടൈം ആകുമ്പം കൊടുക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓരോ കേക്കും നമുക്ക് 80 പീസ് വെച്ചിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. കാരണം 300 ആൾക്കുള്ള കേക്കായിരുന്നു അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് മാംഗോ ആണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമോട് ചെറിയ നോസിൽ വർക്കും അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചിപ്സുമാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഓറഞ്ച് കളറിൽ വൈറ്റും ബ്ലാക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്കെല്ലാം നമ്മൾ പീസ് കേക്ക് ആക്കി വെച്ചു. പിന്നെ 1 kg അവർക്ക് കട്ട് ചെയ്യാനുള്ള കേക്കിൽ മാറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത്. എല്ലാ വർക്കും കഴിഞ്ഞ് ഈ ഒരു കേക്ക് ഇതേപോലെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണില്ലേ മനസ്സിനും അതേപോലെ തന്നെ കാണാനും. അങ്ങനെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. അവിടെ ഷോപ്പിൽ വെക്കാനുള്ള കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്കൊരു 1/2 kg നട്ടുപൊടിയും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്ററൊക്കെ എഴുതി അതും കൊടുക്കാൻ തന്നെ. പിന്നെ നമ്മുടെ ഷോപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കേക്ക് മേക്കിങ്ങിന് ആവശ്യമായ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻസ്, ആനിവേഴ്സറി ഡെക്കറേഷൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഇതുപോലെ കുറേ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത്. എപ്പോഴേക്കും നമുക്ക് ഈ ഒരു 8 kg കേക്ക് കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്തു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക്, ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതും മാറ്ററൊക്കെ ചെയ്തു. പിന്നെ ചോക്ലേറ്റ് തിന്നുകയാണ് കേട്ടോ. ആൾക്ക് ഇവിടെ വന്നാൽ ചോക്ലേറ്റ് നിർബന്ധമാണ്. കൂടെ മോളൂടി ഉണ്ടാവും കേട്ടോ. ഇന്ന് പിന്നെ മോള് വീട്ടിലായതുകൊണ്ട് അവൾ വന്നിട്ടില്ലേ, മോൾ മാത്രമാണുള്ളത്. അപ്പോൾ അവന് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്കെല്ലാം ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴേക്കും നൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുമ്പായിട്ട് നടന്ന കുറച്ച് വീഡിയോസ് നമുക്ക് എടുക്കാനും കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കേക്ക്
ഓർഡർ ഉള്ള ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.